കഴിഞ്ഞ ദിവസം ഒരു വർക്ക് ചെയ്യാൻ പോയപ്പോൾ ഉണ്ടല്ലോ, എനിക്കൊരു അനുഭവം ഉണ്ടായി. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് കേട്ടോ. കുറച്ച് ദൂരം പോകണം. ഞാനിവിടുന്ന് രാവിലെ 7 മണിക്ക് ഇറങ്ങി, ഒന്ന് പെട്രോൾ അടിച്ച് നേരെ വിട്ട് ഏകദേശം ഒരു പകുതി വഴിക്ക് എത്തിയപ്പോഴുണ്ടല്ലോ, ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു അമ്മയും ഒരു കുഞ്ഞും റോഡ് സൈഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ദൂരൊക്കെ വെച്ച് ഇത് കണ്ട്, അവരെന്തോ പ്രതീക്ഷിച്ച്, ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കും പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ വണ്ടി അങ്ങോട്ട് അടുത്ത് ചെന്നപ്പോൾ ഇവർ നേരെ കൈ കാണിച്ച്, വണ്ടിക്ക് കൈ കാണിച്ച്. ഞാൻ വണ്ടി ഉടനെ അവരുടെ അടുത്ത് നിർത്തിയിട്ട് ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. ഉടനെ അവർ നോക്കി വെച്ചു പറഞ്ഞു എനിക്കൊരു 50 രൂപ വേണമായിരുന്നു എന്ന് പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ പോക്കറ്റിലേക്ക് കൈ വെച്ച്. കാരണം പെട്രോൾ അടിച്ച് കഴിഞ്ഞ് പിന്നെ ഉള്ളത് ഒരു 100 രൂപയേ ഉള്ളൂ. പണിയില്ലായിരുന്ന കാരണം പൈസയൊന്നും ഇല്ലായിരുന്നു. അത് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാം എന്ന് കരുതിയിട്ടിരുന്ന അത് 50 കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒറ്റ നോട്ടാണ്, അതിനകത്ത് ചില്ലറ മാറിക്കൊണ്ടുവന്ന് തന്നെ കൊടുക്കണം. പെട്ടെന്ന് ഞാൻ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടായി. കാരണം അത് ഭക്ഷണമൊന്നും കഴിക്കാത്ത ഒരു മുഖം കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി. ഒരു 2-3 ദിവസമെങ്കിലും ആയിട്ടുണ്ട് അത് കുളിച്ചിട്ട് തന്നെ. അപ്പം എനിക്ക് ആപ്പാടെ ഒരു വല്ലായ്മ തോന്നി. കാരണം പൈസ കൊടുക്കാതെ പോകുന്നത് എങ്ങനെയാണ്? കൊടുക്കാനായിട്ട് ചില്ലറയില്ല. 50 രൂപയാണ് അവർ ചോദിച്ചത്, പക്ഷേ എനിക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണം. അപ്പോൾ പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു, ഉച്ചയ്ക്ക് നമുക്ക് കുറച്ച് നേരം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, വൈകിട്ട് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാം. ഞാൻ ആ 100 രൂപ അങ്ങോട്ട് കൊടുത്തേച്ചും പോയി. അപ്പോൾ ഈ ചെല്ലുന്ന വീട്ടിലെന്ന് പറഞ്ഞാൽ എനിക്ക് മുൻപ് പരിചയമൊന്നും ഇല്ലാത്തതാണ്. കാരണം പിന്നെ ഫോൺ വിളിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അവിടെ ഭക്ഷണം ഉണ്ടാവില്ലെന്നൊന്നും നമുക്കറിയാൻ പാടില്ല. ഏതായാലും ചെന്നിട്ട് നമുക്ക് പെട്ടെന്ന് തീർക്കണ വർക്കാണെങ്കിൽ തീർത്ത് പോരാമെന്ന് കരുതി ഞാൻ അവിടെ ചെന്ന് പെയിൻറ്റ് ചെയ്യാനുള്ള ശില്പമൊക്കെ എടുത്ത് വെച്ച് ഇപ്പോൾ 1 അല്ല 2 ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വൈകുന്നേരം കൊണ്ടേ തീരുള്ളൂ. എന്തുവാട്ടെന്നും പറഞ്ഞ് എടുത്ത് വെച്ച് പെയിൻ്റെല്ലാം എടുത്ത് വെച്ചപ്പോൾ ഉടനെ ഓണർ വന്ന് വെച്ചു ഹലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഹലോ, ബൽറാം എന്നാണല്ലേ പേര്? അതെ നമ്മൾ തമ്മിൽ ആദ്യം കാണിയല്ലേ? അതെ, എൻ്റെ ഒരു കൂട്ടുകാരനാണ് താങ്കളുടെ നമ്പർ തന്നത്. ജസ്റ്റ് ഒരു നിമിഷം തുടങ്ങില്ലേ എന്ന് പറഞ്ഞു പുള്ളി അകത്തേക്ക് കയറിപ്പോയി. ഉടനെ പുള്ളി തിരികെ വരികയും ചെയ്തു. എന്നിട്ട് എന്നോട് പറഞ്ഞാൽ കൈയൊന്ന് ഇട്ടിക്കാന്ന് പറഞ്ഞു. ഞാൻ കൈ നീട്ടി, ഒരു ദക്ഷിണ ഇരിക്കട്ടെ, ഇത് ഒരു വർക്ക് തുടങ്ങുകയല്ലേ എന്ന് പറഞ്ഞു. ഞാനത് വാങ്ങി. പുള്ളി പിന്നെ ഉടനെ പോവുകയും ചെയ്തു. പുള്ളി പോയി കഴിഞ്ഞപ്പോൾ പോക്കറ്റിൽ നിന്ന് എടുത്ത് ആ ദക്ഷിണ ഒന്ന് തുറന്നു നോക്കി. അപ്പോൾ അതിൻ്റെ 500ൻ്റെ ഒരു നോട്ട്. സാധാരണ അത്രയൊന്നും ആരും തരാറില്ല, കൂടി വന്നാൽ 100 രൂപ. ഇതെനിക്ക് അത്ഭുതം തോന്നിപ്പോയി. കാരണം നമ്മൾ ചെയ്ത ഒരു നന്മ പ്രവൃത്തിയുടെ ഒരു ഫലമാണ് അതിൻ്റെ ഇരട്ടി നമുക്ക് കിട്ടിയത് എന്നെനിക്ക് ഒരു നിമിഷം തോന്നിപ്പോയി. ഉച്ചയപ്പോൾ അവിടെ ഭക്ഷണവും ഉണ്ടായിരുന്നു. വൈകിട്ട് വർക്ക് തീർന്നപ്പോൾ അതിൻ്റെ ചാർജും പുള്ളി തന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് പോന്നു.